ഹലോ, എന്താ വിശേഷം? എന്താ കഥ? സുഖമല്ല. കർണാടകയിൽ ഒരു മണ്ണിനടിയിൽ വണ്ടി പോയിട്ട് അതിൽ ഒരു ജീവനും കിടന്നിട്ട് മണിക്കൂറുകളോളം കിടന്ന് ഒരു മനുഷ്യൻ്റെ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല, ഒരു ആക്ഷൻ കൊടുത്തില്ല അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ ഗവൺമെൻറ്. അതാണ് കർണാടക. അത് നമുക്ക് ഇതെന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് എന്താണെന്നറിയോ? ഇതൊക്കെ തന്നെയാണ് തലയിൽ പലതും കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥകളാണ് ഇതൊക്കെ. അതിന് കേരളത്തിൽ ഇതൊന്നും ഇല്ലാത്തത് കേരളത്തിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ടാണ്. ഇപ്പോൾ ഈ സംഭവിച്ചത് കേരളത്തിലായിരുന്നെങ്കിൽ എപ്പോഴോ അവർ പുറത്തായി. പോലീസ് അങ്ങോട്ട് വിടുന്നില്ല. പോലീസ് എന്നിട്ട് ആ ലോറി ഡ്രൈവറെ, ലോറിയുടെ ഓണറെ അടിക്കുക ചെയ്യുന്നു, തല്ലുക. അവരുടെ ഒരു ധാർഷ്ട്യം എന്താ നോക്കി നോക്ക്. മനുഷ്യരല്ല ഇവരൊന്നും. ഗവൺമെൻറ്, അവിടുത്തെ ഈ കർണാടക ഗവൺമെൻറ് ഇത്രക്കും മോശമായിപ്പോയി. എന്തോ ഒരു അവസ്ഥയല്ലേ. നമ്മളത് കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, അത് എവിടെ നിന്നാണെങ്കിലും ശരി, കേരളത്തിൽ നിന്ന് ഈ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ആളുകൾ എപ്പോഴോ എത്തി അവിടെ ക്ലിയർ ആക്കി കഴിഞ്ഞു. കേരളത്തിലെ ഇന്ന ആളെന്നൊന്നും ഇന്ന ഏരിയ എന്നൊന്നുമില്ല, മലയാളികൾ. അപ്പോഴും അവിടെയും ഹെൽപ്പിനായിട്ട് പോയിട്ടുള്ളത് മലയാളീസ് തന്നെയാണ്. എന്തും മനുഷ്യരാ കർണാടകക്കാരെങ്ങൾ. എന്താ നിങ്ങളൊക്കെ അവസ്ഥ? പക്ഷെ കർണാടകത്തിലുള്ള ആളുകളുടെ പ്രശ്നമല്ല, ഈ കർണാടക ഗവൺമെൻറ് അവർ ചെയ്യുന്നൊരു ഇതാണ്. ഭരണാധികാരികൾ ഇത്രയും മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നാടിൻ്റെ അവസ്ഥ എന്താ അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ മൈസൂരിക്ക് പോകുമ്പോൾ തന്നെ കോഴിമുട്ട എറിയുന്നും ഇതൊക്കെ ഉണ്ട്. അവരോട് പോയിട്ട് പോലീസുകാരോട് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മുടെ പേരിലേക്ക് FIR എഴുതും. അതാ അവസ്ഥ. ഇതൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്നാണ്. ഇന്ത്യയിലല്ലേ ഇതൊന്നും. എത്ര മണിക്കൂറുകളാണ്, എത്രയോ ഇതായിട്ട് കിടക്കുകയാണ് ആ മണ്ണിൻ്റെ അടിയിൽ. ഇപ്പോഴും ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നില്ല. അവർ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ആക്ഷൻ എടുക്കുക, GPS ചെക്ക് ചെയ്യാൻ വരുന്നു, എന്തൊക്കെയല്ലേ. വല്ലാത്തൊരവസ്ഥ കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളീയർ, മലയാളികൾ, നമ്മൾ പൊളി തന്നെയാണ്. നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായി അത് ക്ലിയർ ആക്കും. അവിടെ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നുമില്ല നമുക്ക്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ പലവരും പേടിക്കേണ്ടതാണ്. എന്തൊരവസ്ഥയല്ലേ. അത് കണ്ടപ്പോഴേ സഹിക്കുന്നില്ല. ന്യൂസിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥ.